ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അച്ചുവും ഹരിയും കൂടി കടൽ തീരത്തോടെ ഇങ്ങനെ പ്രണയിച്ച് പാറി നടക്കുക കേട്ടോ. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഹാപ്പി ആയിട്ട് ഇങ്ങ് വീട്ടിലോട്ട് തിരിച്ചു പോരുക. ഈ സമയത്താണെങ്കിലോ നമ്മുടെ സേതു അവൾ ഡ്രസ്സൊക്കെ അയൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് പല്ലവി അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അപ്പോൾ പല്ലവി വന്നു സേതുവേട്ടൻ ഡ്രസ്സ് അയൺ ചെയ്യുന്നത് കണ്ടു. സേതുവേട്ടാ ഇങ്ങത്താ ഞാനത് തേച്ച് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊന്നും വേണ്ട, ഞാൻ തേച്ചോളാം എന്ന് പറയുമ്പോൾ മാറി സേതുവേട്ടാ ഇങ്ങത്താ ഞാൻ തേച്ചോളാമെന്നും പറഞ്ഞുകൊണ്ട് പല്ലവി അത് നിർബന്ധിച്ച് മേടിച്ചു ഇരുന്ന് തേക്കുക. ഈ സമയം ഹരി അച്ചുവും പുറത്ത് പോയിരിക്കാൻ തോന്നല്ലേ എന്ന് സേതു ചോദിക്കുമ്പോൾ അതെ ഓട്ടോയിലാണ് പോയിരിക്കുന്നതെന്ന് പറഞ്ഞു. ഔട്ടിങ്ങിന് പോയിരിക്കുക രണ്ടാളും എന്നും പറഞ്ഞു. അപ്പോൾ അത് പറഞ്ഞപ്പോൾ അച്ചു എത്ര പെട്ടെന്ന് ഹരിയുടെ ജീവിതമൊക്കെ ആയിട്ട് പൊരുത്തപ്പെട്ട് പോയത് ഞാൻ വിചാരിച്ചില്ല. ഇത്ര വേഗം അവൾക്കത് സാധിക്കുമെന്നുള്ളത് പറയുമ്പോൾ അതാണ് പെണ്ണെന്ന് പറയുന്നതെന്നും പല്ലവി പറഞ്ഞു. പൊന്നുമടത്തിലെ പണക്കാരിയായ അച്ചു ഭർത്താവിൻ്റെ ഓട്ടോയിൽ നഗരം ചുറ്റാൻ ഇറങ്ങിയിരിക്കുന്നു. എങ്ങനെയുണ്ട്? കോളേജ് ലെക്ചറായ പല്ലവി ദേ സേതു മാധവന്റെ ഷർട്ട് അയൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ സേതു ഇങ്ങനെ നോക്കുക. പെണ്ണുങ്ങൾക്ക് സാഹചര്യങ്ങളുമായിട്ട് പെട്ടെന്ന് പൊരുത്തപ്പെടാനായിട്ട് പറ്റുമെന്നും പറഞ്ഞ് ശ്രീഹരിയുടെ ചെറിയ ജീവിതം അച്ചു ആസ്വദിക്കാൻ തുടങ്ങിയെന്നുള്ള കാര്യവും പറഞ്ഞ് അവർക്കിടയിലെ ഇഷ്ടം ഒരു പുഴ പോലെ അങ്ങനെ ഒഴുകട്ടെ എന്നും പല്ലവി പറയുക. ആ ഒഴുക്കിൽപ്പെട്ട് ആ തലേണ ഒഴുകിപ്പോട്ടെ എന്നൊക്കെ പറഞ്ഞു. തലേണയോ? അതെ, അത് പിന്നെ തലേണയല്ല, തടയണ എന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞേക്കുക. ചെയ്തു എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിലേ അതൊക്കെ അങ്ങ് ഇല്ലാതാവട്ടെ എന്നാ ഞാൻ ഉദ്ദേശിച്ചതെന്നൊക്കെ പറഞ്ഞ് പല്ലവി തടി തപ്പാൻ നോക്കുക. അവർക്കിടയിൽ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ പല്ലവി? അപ്പം എന്ത് കുഴപ്പം? ഒരു കുഴപ്പമില്ല. ഉണ്ടെങ്കിലേ അവരങ്ങനെ പുറത്തു പോകുമെന്ന് ചോദിച്ചു. ശരിയാ, അതൊക്കെ ചിലപ്പോൾ നമ്മളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതാണെങ്കിലോ എന്ന് സേതു ചോദിക്കുമ്പോൾ ഒരിക്കലും ഇല്ല സേതു ഏട്ടാ, അങ്ങനെ ഒരിക്കലും അവർ ചെയ്യില്ല. അവർ തമ്മിൽ നല്ല സ്നേഹത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് പല്ലവി പറയണു. വേറൊന്നുമല്ല, ഈ അപകർഷതാബോധം തലയ്ക്ക് പിടിച്ചവനാ ഹരി. അപ്പോൾ അനാഥനായി ജീവിക്കേണ്ടി വന്നതിൻ്റെ ആ ഒരു പ്രശ്നം അതവൻ്റെ പെരുമാറ്റത്തിൽ നല്ലതുപോലെ ഉണ്ട്. അച്ചു ആണെങ്കിൽ വലിയ വീട്ടിലെ കുട്ടിയല്ലേ, അച്ചുവിനെ അവൻ അർഹിക്കുന്നില്ല എന്നുള്ളത് അത് ഹരി ചിന്തിക്കുന്നുണ്ടോ എന്നാണ് എൻ്റെ സംശയം എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ സേതു പറയും. സാധാരണ നിലയ്ക്ക് അവൻ അങ്ങനെയൊക്കെ ചെയ്യേണ്ടതാണെന്ന് പറയുമ്പം അങ്ങനെയൊന്നുമില്ല. രണ്ടുപേരും നല്ല ഇഷ്ടത്തിൽ തന്നെ സേതുവേട്ടാ. അവരെ പറ്റി ആലോചിച്ച സേതുവേട്ടൻ എന്തായാലും തല പുണ്ണാക്കേണ്ട യാതൊരു ആവശ്യമില്ല എന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെയാണോ കാര്യങ്ങളെന്നൊക്കെ അന്നേരം സേതു ചോദിക്കാം. പിന്നെ ഞാൻ ആരെക്കുറിച്ച് ആലോചിച്ച് തല പുണ്ണാക്കണമെന്ന് സേതു ചോദിച്ചു. അപ്പം എന്നെപ്പറ്റി എന്തായാലും ചിന്തിക്കേണ്ട എന്ന് പല്ലവി. അതെനിക്ക് ഇഷ്ടമാണെങ്കിലോ ആ തല പുണ്ണാക്കൽ എന്നിങ്ങനെ പറയുമ്പോൾ അതൊക്കെ വേണോന്ന് ചോദിച്ചു പല്ലവി. തലവേദനയാവും കേട്ടോ അത് ലാസ്റ്റ്. അപ്പോൾ തലവേദനയും എനിക്ക് ഇഷ്ടമാണെങ്കിലോ എന്ന് ചോദിച്ചു. എന്നാൽ ആയിക്കോ എന്ന് പല്ലവി. അങ്ങനെ രണ്ടുപേരും കൂടെ കുറച്ച് വർത്തമാനം ഒക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുക. പിന്നെ നമ്മുടെ പല്ലവി ഡ്രസ്സ് അയൺ ചെയ്ത് കഴിയുകയും ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ കയ്യിലിങ്ങനെ അയൺ ബോക്സ് ഇരിക്കില്ല, അയൺ ബോക്സ് ഇരിക്കുന്ന കൈ ഇങ്ങനെ പിടിച്ചു സേതു. ഈ കൈ ഇങ്ങനെ പിടിച്ച് എൻ്റെ നെഞ്ചിലേക്ക് വെക്കുമെന്ന് പറഞ്ഞുകൊണ്ട് സേതു ഇങ്ങനെ കൈ എടുത്ത് വെക്കുമ്പോൾ എൻ്റെ പൊന്ന് സേതുവേട്ടാ എന്താ ഈ കാണിക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും കയ്യിലിതേ ഇസ്തിരിപ്പെട്ടി. അയ്യോ എൻ്റെ ദൈവമേ ഭാഗ്യം പൊള്ളിയില്ലെന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ സേതു. അയ്യോ അത് പിന്നെ ഞാൻ എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ലല്ലോ പറഞ്ഞില്ലല്ലോ എന്ന് പല്ലവി. ഇല്ലല്ലേ എന്നും പറഞ്ഞിങ്ങനെ നിൽക്കുക കേട്ടോ. പാവം ചമ്മലോ വെപ്രാളോ എന്തൊക്കെയാണോ സേതുവിന് എന്നെ അറിയില്ല. എല്ലാം കയ്യിൽ നിന്ന് പോയേനെ എന്നുള്ള രീതിയിൽ നിൽക്കുക. എന്ത് പറ്റി സേതുവേട്ടാ? ഒന്നുമില്ല, ഞാനേ വേറെന്തൊക്കെയോ ഇങ്ങനെ ആലോചിച്ചേ സോറി എന്നും പറഞ്ഞോണ്ട് സേതു ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ പല്ലവി എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് പല്ലവി പറഞ്ഞു. അപ്പോൾ എന്താന്ന് ചോദിച്ചു. അത് അങ്ങനെ ഇപ്പം എൻ്റെ വായിന്ന് കേട്ട് സുഖിക്കണ്ടെന്നും പറഞ്ഞു പല്ലവി. അത് അവിടെ വെച്ചങ്ങ് സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ സേതു ഇങ്ങനെ കള്ളച്ചിരിയൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുക കേട്ടോ. പല്ലവിയും അതുപോലെ തന്നെ ഭയങ്കര ഹാപ്പിയാണ്. അത് കഴിഞ്ഞ് ഷർട്ട് തേച്ചതെടുത്ത് കയ്യിലേക്ക് കൊടുത്തു. ഇതാ പിടിക്കുക, എന്ത് ഷർട്ട് പിടിക്കാൻ എന്നും പറഞ്ഞു ഷർട്ടും കൊടുത്തിട്ട് പല്ലവി അവിടെ നിന്ന് പോയി. പിന്നെ സേതു ഷർട്ടും കെട്ടിപ്പിടിച്ച് അവിടെ നിന്ന് ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഹരിയെയും അച്ചുവിനെയുമാണ്. അവർ രണ്ടുപേരും കൂടെ വണ്ടി ഒരു സ്ഥലത്ത് കൊണ്ടുപോയി നിർത്തിയിട്ടു. എന്നിട്ട് അപ്പുറം ഇപ്പുറം ഒക്കെ നോക്കുക. ഇനി ഇവിടുന്ന് എടുത്ത് മാറ്റാൻ പറയുമോ ഋതു എന്നിങ്ങനെ ഹരി അച്ചുവിനോട് ചോദിക്കുമ്പോൾ പറയാൻ അവളിങ്ങ് വരട്ടെ, അപ്പം അതിനുള്ള മറുപടി ഞാൻ കൊടുത്തോളാമെന്ന് അച്ചു പറയുന്നു. അമ്മയായിട്ടൊരു വഴക്ക് വേണ്ടെന്ന് കരുതിയ ഓട്ടോ മാറ്റിയിടാമെന്ന് ഞാൻ സമ്മതിച്ചത്. അവർ വലിയ ടെക്സ്റ്റൈൽസുകാരാണെങ്കിലേ നമ്മൾ ഓട്ടോക്കാരാണെന്ന് അച്ചു അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. ഇവർ രണ്ടുപേർക്കും ജീവിക്കണം. ആ ഒരു അവകാശം തടസ്സപ്പെടുത്താൻ വന്നാലേ ഇനി ഞാൻ സമ്മതിച്ചു കൊടുക്കത്തില്ല, സമ്മതിക്കേണ്ട ആവശ്യവും എനിക്കില്ല എന്ന് പറഞ്ഞു. അപ്പം സാരമില്ല അച്ചു വിട്ടുകളയുക എന്നും പറഞ്ഞ് ഹരി ഇങ്ങനെ അച്ചുവിനെ സമാധാനിപ്പിക്കുക. കാറ് പോലെ അല്ലല്ലോ ഓട്ടോ, ഇതിപ്പോൾ എവിടെ കിടന്നാൽ എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഹരി വാ എന്നും പറഞ്ഞുകൊണ്ട് അച്ചു ഹരിയെയും കൂട്ടിക്കൊണ്ട് വീട്ടിലോട്ട് പോകുക കേട്ടോ. രണ്ടുപേരും പൊന്നുമടത്തിലേക്ക് ചെന്ന് കയറി. പൊന്നുമടത്തിലേക്ക് ഇവർ രണ്ടുപേരും കൂടെ ചെന്ന് കയറുന്നത് ഋതുക്ക് ഇങ്ങനെ അവിടെ ഒരു കർട്ടൻ്റെ മറവിലൂടെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് മുഖമൊക്കെ വളിച്ചു പിടിച്ച് അങ്ങനെ നിൽക്കുന്നത്. ആ സമയത്താണ് പൂർണ്ണിമ അങ്ങോട്ട് വരുന്നതും ഇവർ കയറി ചെല്ലുന്നതും.
അച്ചുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ പൂർണ്ണിമ ഇങ്ങനെ ആടി മൂടി അച്ചുവിനെ നോക്കുക. അച്ചു ആണെങ്കിലും ഒന്നും അല്ലാത്തോ ഇങ്ങനെ നിൽക്കുക. എന്ത് വേണം എന്ന് ചോദിച്ചു പൂർണ്ണിമ. ആ സമയം ഇത് തരാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ നോക്കുക, വീട്ടിലെ ചെലവിന് വേണ്ടി ഓഹരി തരണമെന്ന് കൽപ്പിച്ചിരുന്നല്ലോ അമ്മയുടെ മോള്, ആ വകയിൽ കൂട്ടാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിന്നോട് കാശ് വേണമെന്ന്. അപ്പോൾ അച്ചു ഇങ്ങനെ അത് പറഞ്ഞപ്പോൾ വിഷമമായി പൂർണ്ണിമയ്ക്ക്. ഋതു പറഞ്ഞല്ലോ, എന്നാൽ നീ അത് അവക്ക് കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞു. ഈ വീട്ടിൽ നിനക്കും അവനും ഒന്നും ഭക്ഷണം കഴിക്കാൻ എൻ്റെ ഭാഗത്തു നിന്ന് ഒരു തടസ്സം ഉണ്ടാവില്ലെന്നും അതിനുള്ള ഭാഗ്യമൊക്കെ സമ്പാദിച്ചു വെച്ചിട്ടാ എൻ്റെ ഭർത്താവ് പോയതെന്നും പൂർണ്ണിമ മകളോട് പറയാം. ഭർത്താവെന്ന് ഉദ്ദേശിച്ചത് എൻ്റെ അച്ഛനെ തന്നെയല്ലേ എന്ന് അച്ചു അന്നേരം ചോദിച്ചു. എൻ്റെയും കൂടി അച്ഛനാണ് മാധവ മേനോൻ എന്ന് ഇവിടെ പലരും മറന്നു പോയതുപോലെയാണ് എനിക്ക് തോന്നുന്നതെന്നും ഓർമ്മയുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ചെലവ് കാശ് ചോദിക്കില്ലായിരുന്നു എന്നും അച്ചു പൂർണ്ണിമയോട് പറയാം. ആരുടെയും ഔദാര്യം ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് അച്ചു ആ പൈസ കൊണ്ടുവന്ന് ഡൈനിങ് ടേബിളിൽ വെച്ചിട്ട് പോകുന്ന സമയത്ത് എടുക്കടി അതെന്ന് പറഞ്ഞു പൂർണ്ണിമ. നിന്റെ ഭർത്താവ് വണ്ടി ഓടിച്ചു കൊണ്ടുവരുന്ന കാശ് കൊണ്ട് ചെലവ് നടത്തേണ്ട ഗതികേടൊന്നും പൊന്നുമടത്തിന് വന്നിട്ടില്ല. വരുമ്പോൾ അത് അറിയിക്കാമെന്നും പൊന്നുമടത്തിലെ അമ്മ പറയുക. അപ്പോൾ എടുക്കാനാ നിന്നോട് പറഞ്ഞതെന്നും പറഞ്ഞ് അച്ചുവിനെ കൊണ്ട് വഴക്ക് പറഞ്ഞത് എടുപ്പിച്ചു. നീ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സിൻ്റെ വില നിനക്കറിയാവല്ലോ. ഭർത്താവ് പണിയെടുത്ത് കൊണ്ടുവരുന്നത് കൂട്ടി വെക്ക്, വല്ലപ്പോഴും ഇതുപോലുള്ളത് വാങ്ങാനെങ്കിലും അത് ഉപകരിക്കുമെന്നും പറഞ്ഞ് പൂർണ്ണിമ ഇങ്ങനെ പറയുക. ഓട്ടോക്കാരൻ്റെ ഭാര്യ ചെലവിന് തരാൻ വന്നിരിക്കുന്നത്, നാണമില്ലല്ലോ നിനക്കൊന്നും പറഞ്ഞുകൊണ്ട് പൂർണ്ണിമ അച്ചുവിനെ കളിയാക്കുക കേട്ടോ. ഇനി എൻ്റെ മുന്നിൽ ഇതുപോലുള്ള അഹങ്കാരം കൊണ്ട് വന്നേക്കരുത്, പോയിക്കോ എന്നും പറഞ്ഞു അമ്മ മോളെ പറഞ്ഞു വിടുന്നു. മോളങ്ങ് പോയി കഴിഞ്ഞപ്പോൾ പൂർണ്ണിമയ്ക്ക് അത് വല്ലാത്ത വിഷമമായിട്ടോ അങ്ങനെ ഒരു കാര്യം ചെയ്തത്. അപ്പോൾ ഹരി ഇങ്ങനെ പുറത്ത് തന്നെ നിൽക്കും. അപ്പോൾ അച്ചു ഹരിയുടെ അടുത്തേക്ക് ചെന്നു. അമ്മ പൈസ വാങ്ങിയോന്ന് ചോദിച്ചു. നമ്മളത് ചെയ്തത് അമ്മയ്ക്ക് വലിയ അപമാനമായിട്ടാണ് തോന്നിയതെന്നുള്ള കാര്യം അച്ചു ഇങ്ങനെ പറയുവാണേ. ഋതു പറഞ്ഞതുകൊണ്ടല്ലേ എന്നും പറഞ്ഞ് ഇവർ നിൽക്കുമ്പോൾ ഋതു പറയുന്നതല്ല ഞാൻ പറയുന്നത് നീ അനുസരിക്കണ്ടേന്ന് പറഞ്ഞുകൊണ്ട് പല്ലവിയും അതുപോലെ സേതുവും കൂടെ വന്നു. അവൾ പലതും പറയും. എന്തെങ്കിലും ചെയ്യുന്നതിന് മുന്നേ നിനക്ക് എന്നോടൊന്ന് ചോദിച്ചുകൂടായിരുന്നു എന്ന് ചോദിച്ചു സേതു. വേണ്ട, പല്ലവി ഉണ്ടല്ലോ, അവളോടെങ്കിലും നിനക്കൊന്ന് ചോദിച്ചുകൂടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ കൊടുക്കരുതെന്നേ ഞാൻ പറയത്തുള്ളായിരുന്നു എന്ന് പല്ലവി അന്നേരം അവിടെ ഇരുന്ന് ഇങ്ങനെ പറയുക. അച്ചുവിൻ്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയ അമ്മ പിന്നെ ആരായി എന്ന് ചോദിക്കുക കേട്ടോ പല്ലവി. അപ്പോൾ ഇവരിങ്ങനെ ഇതൊക്കെ കേട്ട് വിഷമിച്ച് നിൽക്കുക. പൊന്നുമടത്തിലെ പൂർണ്ണിമാമ്മ ഇത് വാങ്ങുമെന്ന് തോന്നാൻ മാത്രം ചെറുതായി പോയല്ലോ നിന്റെ മനസ്സ് എന്നൊക്കെ പറഞ്ഞ് പല്ലവി നമ്മുടെ അച്ചുവിനെ വഴക്ക് പറയുവാണ്. അവർ മാധവമേനോൻ്റെ ഭാര്യയല്ലേ, ആ ഒരു അന്തസ് അവർ കാണിക്കാതിരിക്കുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ അതേ മാധവമേനോൻ്റെ മോളാ, കുറച്ചൊക്കെ അന്തസ് എനിക്കും ഉണ്ടെന്ന് അച്ചു അന്നേരം പറഞ്ഞു. അമ്മയുടെ മുന്നിലെ തൽക്കാലം അതൊന്നും പുറത്തേക്ക് എടുക്കേണ്ട കാര്യമില്ല അച്ചു, വഴക്ക് കൂട്ടുകയല്ല വേണ്ടത്, അത് കുറയ്ക്കാനുള്ള വഴികളല്ലേ നോക്കേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ ഹരിയും ആകെ ധർമ്മസങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ. താണു നിൽക്കണമെന്നും അമ്മയോട് ഒരിക്കലും അഹങ്കാരത്തോടെ സംസാരിക്കാൻ പാടില്ല എന്നും പറഞ്ഞു. അപ്പോൾ അമ്മ പറയുന്നത് അതൊക്കെ സഹിക്കണം, ക്ഷമിക്കണം, അതാ ചെയ്യേണ്ടത്, അമ്മയാണ്, ആ ബോധം എപ്പോഴും ഉണ്ടായിരിക്കണമെന്നും പല്ലവി പറഞ്ഞു കൊടുക്കുക. അങ്ങനത്തെ ഇവർ ഉപദേശങ്ങളൊക്കെ ആയിട്ട് അവിടെ എങ്ങനെ നിൽക്കുന്നു കേട്ടോ. ആ സമയത്ത് സേതു അച്ചുവിനെയും ഹരിയെയും ചേർത്ത് പിടിച്ചിട്ട് ഈ ഇടയായിട്ട് ഇവൾക്കൊരു ഇച്ചിരി എടുത്തിയാട്ടം കൂടുതലാണെന്നും നീ ഇവളുടെ താളത്തിനൊത്ത് തുള്ളരുതെന്നും പറഞ്ഞു കൊടുക്കുന്നു. ഇല്ല സേതുവേട്ടാ, ഞാൻ ഇനി ശ്രദ്ധിച്ചോളാമെന്ന് ഹരി പറഞ്ഞു കേട്ടോ. അന്നേരം അങ്ങനെ അമ്മയെ എങ്ങനെയെങ്കിലും നമ്മുടെ പക്ഷത്തേക്ക് കൊണ്ടുവരാനല്ലേ നമ്മൾ നോക്കേണ്ടത്. അമ്മയുടെ ദേഷ്യമൊക്കെ കുറച്ച് കഴിയുമ്പോൾ താനെ അങ്ങ് മാറിക്കോളൂ എന്നും പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നതൊക്കെ എന്ന് നമ്മുടെ പല്ലവി അന്നേരം ചോദിച്ചു. അച്ചുവിന് മനസ്സിലാവുന്നുണ്ടോ? ഹരിയെ സ്വന്തം മരുമകനായി പൂർണ്ണിമാമ അംഗീകരിക്കണം. ആ ഒരു ദിവസത്തിന് വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കേണ്ടത്, അല്ലാതെ ഇങ്ങനെ ഓരോന്നൊക്കെ കാണിച്ചു വെക്കുകയല്ല വേണ്ടതെന്ന് പറഞ്ഞു. അതിനായി പല പരീക്ഷണങ്ങളും ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സേതുവിൻ്റെ ഫോണിലേക്ക് കോൾ വന്നു. പെട്ടെന്ന് ആണോ എന്ന് ചോദിച്ചുകൊണ്ട് സേതു ഇങ്ങനെ ഭയങ്കര ഇതിലിങ്ങനെ അപ്പം ശരിയെന്ന് പറഞ്ഞ് ഫോണും കട്ടി വേഗം വാന്നും പറഞ്ഞുകൊണ്ട് ഇവരെ വിളിച്ചുകൊണ്ട് പോവുക. അപ്പോഴേക്കും ഇവർ ഓടി ചെല്ലുമ്പോൾ കാണുന്നത് ഹരിയുടെ ഓട്ടോ നിന്ന് കത്തുന്നതാട്ടോ. മുക്കാലും കത്തി തീർന്നു. അപ്പോഴേക്കും നമ്മുടെ ഹരി ചെന്ന തീയുടെ അടുത്തേക്ക് ചെല്ലുക. ഹരിയുടെ ദേഹമൊക്കെ പൊള്ളുവാണേ. പിന്നെ എങ്ങനെയൊക്കെയോ സേതു ഹരിയെ പിടിച്ച് വലിച്ചിങ്ങോട്ടേക്ക് മാറ്റി. അപ്പോഴേക്ക് ഹരി വാവിട്ട് കരയോ വെല്ലുവായിൽ എൻ്റെ ഓട്ടോ എന്ന് പറഞ്ഞു ഭയങ്കര കരച്ചിൽ. പാവ അതിൻ്റെ നെഞ്ചൊക്കെ മൊത്തം പൊള്ളിപ്പോയിട്ടോ. അപ്പോൾ ഹരി ഹരി എന്നും പറഞ്ഞുകൊണ്ട് ഇവർ വിളിക്കുന്നുണ്ട്. ആ സമയത്ത് ഭയങ്കര കരച്ചിൽ, നന്നായി പൊള്ളിയിട്ടുണ്ട്, വേഗം ആശുപത്രിയിൽ എത്തിക്കാൻ പറഞ്ഞുകൊണ്ട് പല്ലവി അവിടെ കിടന്ന് ഇങ്ങനെ വെപ്രാളം കൂട്ടുക. അപ്പോൾ പാവത്തിൻ്റെ കൈയും മേലും പൊള്ളി വെന്തിങ്ങനെ ഇരിക്കുവാണ്. അയ്യോ എൻ്റെ ഓട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഹരി വാവിട്ട് കരയോ കേട്ടോ. അങ്ങനെ അവർ നിസ്സഹായതയോടുകൂടി നിൽക്കുമ്പോഴേക്കും ഇവർ ഹരിയുമായിട്ട് ആശുപത്രിയിലേക്ക് പോകണം. അങ്ങനെ ഇവർ ഹരിയുമായിട്ട് ആശുപത്രിയിലേക്ക് പോകുന്ന ഈ സമയത്ത് പൂർണ്ണിമ നല്ല ഉറക്കം അവിടെ കിടന്നു. അപ്പോഴേക്കും ബേബി ചേച്ചി വന്ന് പൂർണ്ണിമയെ വിളിച്ചു. അപ്പോൾ എന്താ ബേബി എന്ന് ചോദിച്ചു. അപ്പോൾ മോശമായിപ്പോയി കേട്ടോ, ചേച്ചി ചെയ്തത് വളരെ മോശമായിപ്പോയെന്ന് പറഞ്ഞു. ചേച്ചിയെപ്പറ്റി ഞാൻ ഇങ്ങനെയൊന്നും അല്ല വിചാരിച്ചതെന്ന് പറയുമ്പോൾ എന്താ പറ്റിയതെന്ന് പറ, എന്തിനാ ചേച്ചി ആ പാവത്തിൻ്റെ വയറ്റത്തടിച്ചതെന്ന്
പൂർണിമയോട് ബേബി ചോദിക്കാം, ഈ വീടിന്റെ മുന്നിൽ ഓട്ടോ ഇടരുന്ന് പറഞ്ഞാൽ പോരെ? പറഞ്ഞപ്പോൾ അവനത് ഉടനെ അനുസരിച്ചതല്ലേ, പിന്നെ എന്തിനാ ഓട്ടോ കത്തിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ അത് കേട്ടപ്പോൾ ഓട്ടോ കത്തിച്ചെന്നോ? എപ്പോ? ആര്? അപ്പോൾ ചേച്ചി ഒന്നും അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചു. ഇല്ല, തീ കെടുത്താൻ ചെന്ന് ശ്രീഹരിക്ക് പൊള്ളലേറ്റെന്ന് ബേബി എല്ലാം പറയാം. പല്ലവിയും സേതു അച്ഛനും കൂടി ഹരി ആശുപത്രിയിൽ കൊണ്ടുപോയിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു. അയ്യോ, ഞാനിതൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ മക്കൾ രണ്ടും കൂടെ വന്നു. അമ്മേ, അപ്പൊ കേട്ടോ ബേബി പറഞ്ഞത്? ഓട്ടോ കത്തിയെന്ന്. ദേ അത് പിന്നെ ഞങ്ങൾ അറിഞ്ഞമ്മേ, വെറുതെ എന്തായാലും ഓട്ടോ കത്തത്തില്ലല്ലോ എന്ന് ബേബി ചേച്ചി അന്നേരം പറഞ്ഞു കേട്ടോ. ആരെങ്കിലും ചെയ്തതായിരിക്കും, അത് ഉറപ്പാണെന്ന് പറയുമ്പോൾ ഋതുകയെന്ന് പറയുന്ന താടക ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഇങ്ങനെ നിൽക്കുവാണ്. ദേ അതിൻ്റെ പിന്നിൽ ചെയ്യിച്ച ഒരാളും കാണുമെന്നുള്ള കാര്യവും പറയുവാണ് നമ്മുടെ ബേബി ചേച്ചി. അപ്പോഴും താടകയായ മകൾ ഇങ്ങനെ നോക്കി നിൽക്കുക. ചെയ്യിച്ചത് ആരാണെങ്കിലും അതിൻ്റെ ഫലം അത് അനുഭവിക്കേണ്ടി വരുമെന്നുള്ള കാര്യം 100% ഉറപ്പാണെന്ന് പറഞ്ഞു. സ്വന്തം അമ്മയെ കുരുതി കൊടുത്തിട്ടാണ് മകൾ ഇങ്ങനെ നിൽക്കുന്നത്. മകളൊന്നും ബാധിക്കാത്ത പോലെ നിൽക്കുക. ഒരു പാവപ്പെട്ടവൻ്റെ ജീവിത മാർഗമാണ് എല്ലാവരും കൂടെ ചേർന്ന് ഇല്ലാണ്ടാക്കിയത്. അങ്ങനെ ചെയ്യാൻ ഒരിക്കലും പാടില്ലായിരുന്നു എന്നും പറഞ്ഞ് നമ്മുടെ ബേബി ചേച്ചി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ ബേബി ചേച്ചി അവിടെ നിന്ന് ഇറങ്ങി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അവളുമാർ രണ്ടുപേരും കൂടെ അമ്മയുടെ അരികിൽ ഇങ്ങനെ നിൽക്കുമല്ലേ. എന്താ ഋതു ഞാൻ ഈ കേൾക്കുന്നേ, ആരോ ഓട്ടോ കത്തിച്ചതെന്നൊക്കെ ചോദിക്കുമ്പം അപ്പോൾ അമ്മയല്ലേ? ഞാൻ കരുതിയത് അമ്മ ഏർപ്പാടാക്കി ആരോ കത്തിച്ചു എന്നാ. അപ്പം ഞാനൊന്നും അല്ല, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പൂർണിമ പറഞ്ഞു. അപ്പോൾ കത്തിച്ച് കളയുമെന്ന് പറഞ്ഞു അമ്മ ഭീഷണിപ്പെടുത്തിയതോ? അത് അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞതല്ലേ? എന്ന് വെച്ച് അങ്ങനെ ചെയ്യുമെന്നാണ് നീ കരുതുന്നതെന്ന് ചോദിച്ചു. ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല, എനിക്കതിനൊക്കെ പറ്റുമറുതുവെന്ന് ചോദിച്ചു ഇങ്ങനെ അമ്മ. പിന്നെ ആരാ അത് കത്തിക്കാൻ? സംഭവം നടക്കുമ്പോൾ ഞങ്ങൾ എന്തായാലും മുറിയിൽ കിടന്നുറങ്ങുമായിരുന്നു എന്ന് ഋതുക. ശ്രീഹരിക്ക് പൊള്ളലേറ്റെന്നാ പറഞ്ഞത്. ഈ കുടുംബത്തിലുള്ളവരുടെ മുഖത്ത് കരിവാരി തേച്ചപ്പോൾ അയാൾ ഓർത്തു കാണത്തില്ല ദൈവം എന്ന് പറയുന്ന ഒരാള് എല്ലാം കണ്ടുകൊണ്ട് മുകളിൽ ഇരിപ്പുണ്ടെന്ന്. ഋതുക അത് മറിച്ചു പറയേണ്ട ഒരു സമയം വരുമല്ലോ, അത് 100% ഉറപ്പാണ്. നമ്മളെ അപമാനിച്ചതിന് കിട്ടിയ ശിക്ഷ അത് എന്ന് ഋതുക പറയുമ്പോൾ, എന്നാലും അച്ചുവിൻ്റെ ഭർത്താവല്ലേ അവൻ, വേണ്ടായിരുന്നു, ഇങ്ങനെ ഒന്നും സംഭവിക്കണ്ടായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് പൂർണ്ണിമ ഇങ്ങനെ പറയുമ്പോൾ ഇതാണ് അമ്മയുടെ കുഴപ്പം. ധൈര്യം എന്ന് പറയുന്നത് അമ്മയ്ക്കില്ല. ഒരു സമയത്ത് അച്ചുവിനെയും അവനെയും അമ്മ തള്ളിപ്പറയും, വേറൊരു സമയത്ത് അവർക്ക് വേണ്ടി അമ്മ സഹതപിക്കും. അമ്മ എന്താ ഉദ്ദേശിക്കുന്നത്? ഏതെങ്കിലും ഒരു ഭാഗത്ത് ആദ്യം അമ്മ ഒന്ന് ഉറച്ചു നിൽക്കാമോ എന്നും ചോദിച്ചുകൊണ്ട് മകള്. ഇത് വെറുതെ ആടിക്കളിച്ച് മനുഷ്യരെ അമ്മയ്ക്കൊരു നിലപാടില്ല, അതാണ് അമ്മയുടെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പം ഞാനൊരു അമ്മയല്ലേ മോളെ, ആ ഒരു വിചാരം അമ്മയ്ക്ക് മാത്രം ഉണ്ടായാൽ പോരാ. അവളത് ഓർത്തില്ലല്ലോ, അച്ചു എന്ന് പറയുന്നവള് ഓർത്തോ? പിന്നെ എന്തിനാ അമ്മയത് ഓർക്കുന്നത്? അതും പറഞ്ഞ് മകൾ അവിടെ നിന്ന് പോയി. പൂർണ്ണിമ ഇങ്ങനെ സങ്കടപ്പെട്ട് അവിടെ നിൽക്കുക. അത് കഴിഞ്ഞിട്ട് ഋതികയും അതുപോലെ സ്വാതിയും കൂടെ അപ്പുറം നിന്ന് സംസാരിക്കുക. ആരാ ചേച്ചി പണി ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ ഞാനാണെന്ന് ഋതിക പറഞ്ഞു. ചേച്ചി എന്തീ പറയുന്നത്? അതെ, ഞാൻ തന്നെ അത് ചെയ്യിപ്പിച്ചതെന്നും പറഞ്ഞുകൊണ്ട് ഈ ഋതിക ഇവളോട് പറയുക കേട്ടോ. ഓട്ടോ കത്തിക്കാനൊന്നും ഞാൻ പറഞ്ഞില്ല, അതെങ്ങനെയും സംഭവിച്ചതാ. പിന്നെ ഈ വീടിനൊരു നാണക്കേട് വന്നാ അത് ചോദ്യം ചെയ്യാനേ ആരെങ്കിലും വേണ്ടേ, അതുകൊണ്ട് ഞാനത് ചെയ്തു, അല്ല ചെയ്യിപ്പിച്ചു എന്ന് പറയാമെന്ന് പറഞ്ഞപ്പോൾ ഇവള് ചോദിച്ചു എങ്ങനെയാണ് അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം ഋതുക എന്ന് പറയുന്ന പൂതന സ്വാതിയോട് പറയുക. സ്വാതി ഇതൊക്കെ കേട്ട് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുക കേട്ടോ. ഇവൾ അത്രത്തോളം ദുഷ്ടയാണല്ലോ എന്ന് ചിന്തിച്ച്. അത് കഴിഞ്ഞിട്ട് ഇവർ ആശുപത്രിയിൽ ചെന്നു. നെഞ്ചെല്ലാം പൊള്ളിക്കിടക്കുന്ന നമ്മുടെ ഹരിക്ക് ഇങ്ങനെ വീശി കൊടുത്തുകൊണ്ട് അച്ചു ഇങ്ങനെ തൊട്ടരികിൽ ഇരിക്കുക. അദ്ദേഹം മുഴുവൻ പൊള്ളി ട്രിപ്പൊക്കെ ഇട്ട് ഇങ്ങനെ നമ്മുടെ ഹരി ഇങ്ങനെ കിടക്കുക. ഹരി ഭയങ്കര കരച്ചില്ല. അപ്പോഴേക്കും പല്ലവിയും സേതുവും കൂടെ അങ്ങോട്ടേക്ക് വന്നു. ദേഹം മുഴുവൻ പൊള്ളിയേക്കുന്നത് കണ്ട് സഹിക്കണില്ല നമ്മുടെ ഹരിക്ക്. ഹരിയുടെ അവസ്ഥ കണ്ടിട്ട് സേതു ഇങ്ങനെ വിഷമിച്ച് ഇവരെ നോക്കി നിൽക്കുന്നു. ഇനിയിപ്പോൾ പോലീസായി, ബഹളമായി, ഋതുകയും പൂർണിമയും ഒക്കെ പെടാൻ പോകുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനൊക്കെ കാണിച്ചുകൊണ്ടാണ് നാളത്തെ നമ്മൾ അടിപൊളി എപ്പിസോഡ് വരാൻ പോണത്. അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്, എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. ഈ പണി ചെയ്തവൾക്ക് എന്തായാലും അഴി എണ്ണേണ്ട വിധി തന്നെയാണ് വന്നിരിക്കുന്നത്. അത് കാണാൻ കാത്തിരിക്കാം. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.